സൂസൻ, ഈ ഫയലൊന്ന് തുറന്നു നോക്ക്. നിന്റെ മകന്റെ വീരശൂര പരാക്രമങ്ങളുടെ കണക്കാണ്. കഴിഞ്ഞ മാസത്തിൽ തന്നെ എത്ര പേരാ അവൻ കാരണം ഈ ഹോസ്പിറ്റലിൽ വന്നെന്നറിയോ? വന്നതല്ല, അടിച്ച് ചതച്ച ശേഷം ചികിത്സക്ക് അയച്ചവർ. ഇതെല്ലാം നീ അറിഞ്ഞിരിക്കണല്ലോ, അതാ നിന്നെ ഞാൻ വിളിച്ചേ. എനിക്കറിയാം, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നിന്നെ എങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നതിന്. അല്ലാതെ എന്റെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ. ആലീസ് പ്ലീസ്, എല്ലാം അറിയുന്ന നീ കൂടെ എന്നെ ഇങ്ങനെ തളർത്തല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ? സൂസൻ, ഞാൻ നിന്നെ തളർത്താൻ പറഞ്ഞതല്ല. നീ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി മാത്രമല്ല, ഞാൻ നിന്റെ സഹോദരന്റെ ഭാര്യയും കൂടെ അല്ലേ. നിന്റെ മകൻ എന്നാൽ എന്റെയും കൂടെ മകനാ. അതുകൊണ്ടല്ലേ ഞാൻ 3 ആൺമക്കളുടെ അമ്മയാണ് നീ. രണ്ടാമത്തത് മാത്രം എന്താടി അങ്ങനെ ആയിപ്പോയേ? ഒന്നുമില്ലെങ്കിലും മെഡിസിന് റാങ്ക് ഹോൾഡർ ആയവനല്ലേ അവൻ, ഒരു ഡോക്ടറല്ലേ. എന്നിട്ടും അവൻ കാണിച്ചു കൂട്ടുന്നതെല്ലാം നിനക്കറിയാലോ അവന്റെ ദേഷ്യത്തെക്കുറിച്ച്. സൂസൻ, ഞാൻ നമ്മുടെ സൈക്കാട്രിക്സ് ഹെഡ് ഡോക്ടറെ കണ്ടിരുന്നു. സാറിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹത്തിന് അവനെ അറിയാമല്ലോ. എന്നിട്ട് എന്താ ഡോക്ടർ പറഞ്ഞേ? എന്റെ മോൻ എന്താ? ഹേ, ഡോണ്ട് ബി പാനിക് സൂസൻ, യു ആർ എ ഡോക്ടർ റൈറ്റ്? നിനക്കറിയില്ലേ ICD, അതായത് മനുഷ്യന്റെ മനസ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു തരം അവസ്ഥ. വാട്ട്? ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരുപാട് സ്വഭാവങ്ങളുണ്ടാവും. ദേഷ്യപ്പെടാം, ലവ്, അഫെക്ഷൻ, ഹാപ്പിനെസ്, അങ്ങനെ പലതും. എന്നാൽ ICD ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി ഈ വക ഇമോഷൻസിന്റെ എക്സ്ട്രീം ലെവൽ ആയിരിക്കും കാട്ടുക. ഫോർ എക്സാമ്പിൾ, ഒരാളോട് ദേഷ്യം തോന്നിയാൽ, ഒരാളെ അടിക്കാൻ തോന്നിയാൽ അവനെ അടിക്കാതെ ദേഷ്യം അടങ്ങാത്ത അവസ്ഥ. എന്തെങ്കിലും ഒന്നിനോട് വല്ലാത്ത ആഗ്രഹം തോന്നിയാൽ, നേടിയെടുക്കാൻ ആഗ്രഹിച്ചാൽ അവനത് നേടിയെടുക്കും വരെ അങ്ങേയറ്റം പോകുന്നൊരവസ്ഥ. ഇവിടെ പ്രധാനമായും നമ്മുടെ ചെക്കൻ ഫേസ് ചെയ്യുന്ന അവസ്ഥ എന്താ? ദേഷ്യമല്ലേ? യെസ്. അപ്പോൾ ഇതാണ് കാരണം. ദേഷ്യം ഒരു പരിധിയിൽ കൂടുതൽ കൂടിയാൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥ. എല്ലാ മനുഷ്യരിലും ദേഷ്യമുണ്ട്. പക്ഷേ ICD ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും, എക്സ്ട്രീം ആയിരിക്കും. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അത് മാത്രമല്ല, ആ ഒരു മൊമെന്റിൽ എന്ത് ചെയ്യുന്ന മുൻകൂട്ടി പറയാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പോൾ അവരോടൊക്കെ പെരുമാറുമ്പോൾ നമ്മളൊക്കെ നല്ലോണം സൂക്ഷിക്കുക. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലൊരു 15% മനുഷ്യർ ICD ഫേസ് ചെയ്യുന്നവരായിരിക്കും. ഇതൊരു രോഗാവസ്ഥ അല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ തിരിച്ചറിയാറില്ല. നമ്മൾ ചില വ്യക്തികളെ കുറിച്ച് പറയാറില്ലേ, അവന് കുറച്ച് ദേഷ്യക്കാരനാണ്. മേ ബി അയാൾ ICD എന്നൊരു അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് തീരെ ഇല്ലാത്ത 2 കാര്യങ്ങളാണ് ക്ഷമയും നിയന്ത്രണവും. ഇക്കാര്യം തന്നെ അവരുടെ ജീവിതത്തിലില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് നിനക്കറിയാലോ. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ സൂസൻ, എന്തുകൊണ്ടാണ് ഇത് മനുഷ്യരിൽ ഉണ്ടാകുന്നത്? ഫാമിലി പ്രോബ്ലംസ് ആവാം, ആൻഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആവാം. അതുമാത്രമല്ല വേറെയും കുറേ റീസൺ ഉണ്ടാവാം. ബട്ട് അവൻ്റെ കാര്യത്തിൽ ഫാമിലി പ്രോബ്ലംസ് ആൻഡ് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താവാം? യെസ്, സ്ട്രെസ്. സൂസൻ, മെഡിസിൻ പഠിച്ചത് കൊണ്ട് മാത്രം ഡോക്ടർ ആവില്ല. MBBSനും MDക്കും റാങ്ക് വാങ്ങിയാൽ മാത്രം മതിയോ? പ്രാക്ടീസ് ചെയ്യണ്ടേ? രാജാസ് ഗ്രൂപ്പിന് ഒരുപാട് ബിസിനസ് ഉണ്ടെന്നറിയാം. ബിസിനസ്സിലേക്ക് തിരിയണമെങ്കിൽ വൈ ഡിഡ് ഹി സ്റ്റഡി മെഡിസിൻ? നോർമൽ ഡിഗ്രിയോ മറ്റോ ചെയ്ത് MBA എടുത്താൽ പോരായിരുന്നോ? എന്താ നിന്റെ ഹസ്ബൻഡിനും വീട്ടുകാർക്കും അവൻ ഒരു ഡോക്ടർ ആവുന്നതിൽ താല്പര്യമില്ലേ? ഫാമിലി ബിസിനസ്സിൽ അവൻ ജോയിൻ ചെയ്യുക എന്നത് എൻ്റെ തീരുമാനമായിരുന്നു ആലീസ്. കുട്ടിക്കാലം മുതലുള്ള അവൻ്റെ ICD അവസ്ഥയെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അവനെ നിർബന്ധിച്ച് മെഡിസിൻ പഠിപ്പിച്ചത്. റാങ്കൊക്കെ വാങ്ങി പാസ്സായപ്പോൾ ഞാൻ കരുതി അവൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. അതിലൂടെ അവൻ്റെ സ്വഭാവത്തിലും മാറ്റം സംഭവിക്കുമെന്നും കരുതി. പക്ഷേ എനിക്ക് എല്ലാം തെറ്റി. പിന്നെ നിനക്കറിയാലോ, രാജാസ് ഗ്രൂപ്പിൽ അപ്പൻ്റെ വാക്കിന് പുറമെ ഒന്നുമില്ല. പിന്നെ അവനും ബിസിനസ്സിലായിരുന്നു താല്പര്യം. അതാവുമ്പോൾ അവൻ ഇഷ്ടം പോലെ നടക്കാലോ, ഒരിടത്ത് നിന്ന് ജോലി ചെയ്യണ്ടല്ലോ. കുട്ടിക്കാലം മുതൽ എല്ലാത്തിലും മിടുക്കനാവൻ. എൻ്റെ 3 മക്കളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ. പഠിച്ച എല്ലാ ക്ലാസ്സിലും ഒന്നാമൻ. സ്പോർട്സ്, പഠിത്തം, അങ്ങനെ കഴിയാത്തതായി ഒന്നുമില്ല അവന്. ഒരു കാര്യം ഒഴിച്ച് ദേഷ്യം. എന്ത് പ്രശ്നമുണ്ടായാലും അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പപ്പയും വല്യച്ഛനും അങ്കിളും ഇച്ചായനും ഒക്കെ ഇറങ്ങിത്തിരിക്കും. നീയൽ പോലെ നടക്കാൻ അങ്കിളിൻ്റെ മോനും. സുസൻ, നിനക്കവിടെ ഒരു വോയിസുമില്ലേ? രാജാസ് ഗ്രൂപ്പിനെ കുറിച്ച് നിനക്കറിയാലോ, അതൊരു വേറെ ലോകമാ. ഒരു കൂട്ടം ആണുങ്ങൾ ഭരിക്കുന്ന ലോകം. അവിടുത്തെ കാരണവനാ എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ എബ്രഹാം. അല്ല, അവനിപ്പോൾ എവിടെ ഉണ്ട്? അറിയില്ല, വീട്ടിൽ വന്നിട്ട് 1 വീക്കായി. നീ അപ്പോൾ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചാൽ എടുക്കുന്നത് അങ്കിളിൻ്റെ മോനാ. അവൻ എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. ഹസ്ബൻഡിന് അറിയില്ലേ? അത് പിന്നെ അറിയാതിരിക്കോ? പക്ഷേ എന്നോട് പറയില്ല. അവനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് ഭ്രാന്തായതാ ആ വീട്ടിലെ സകല ആണുങ്ങൾക്കും. അതല്ലേ എല്ലാത്തിനും അവനെ സപ്പോർട്ട് ചെയ്യുന്നേ. ഇപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ട് നീ പറഞ്ഞ പോലെ കുടുംബത്തിന് വേണ്ടി എന്തോ ഒരു കാര്യം ചെയ്യാനാണ് പോയിരിക്കുന്നത്.
അവന്റെ ഈ പ്രവൃത്തിയും സ്വഭാവവും കാരണം ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാ. ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക. ഞാനൊരു കാര്യം പറയട്ടെ സൂസൻ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഡോക്ടർ അന്ന് എന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്താ? എത്രയും പെട്ടെന്ന് അവനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കണം. ഒരു പെണ്ണ് വന്ന് കഴിയുമ്പോൾ അവന്റെ സ്വഭാവം കുറേ മാറും. എങ്ങനെ? എല്ലാ മനുഷ്യന്റെയും മനസ്സിലുണ്ടാകുന്ന ഒരു ഇമോഷൻസ് ഇല്ലേ, ലവ്, പ്രണയം എന്ന ഇമോഷനെ, ദേഷ്യം എന്ന ഇമോഷനെ കുറക്കാൻ ഒരു തരം മാജിക് പവറുണ്ട്. പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്ത് എന്തുണ്ട്? അവന്റെ സ്വഭാവവും അവസ്ഥയും അനുസരിച്ച് ഒരാളെ അവൻ പ്രണയിച്ചാൽ അത് 100% പ്യൂർ ആയിരിക്കുമെന്ന് മാത്രമല്ല, എക്സ്ട്രീം ലെവലിൽ കൂടി ആയിരിക്കും. സോ ഈ വിഷയത്തിനുള്ള ഏക പരിഹാരം ഒരു വിവാഹം മാത്രമാണ്. ഉടൻ വിവാഹം കഴിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവൻ കമ്മിറ്റഡ് എങ്കിലും ആവണം. നിന്റെ അഭിപ്രായം എന്താ? വിവാഹം, അത് ഞാനും ചിന്തിക്കാറുണ്ട്. പക്ഷേ അവൻ സമ്മതിക്കുമോ ആലീസ്? പെണ്ണ് കെട്ടിയാൽ അവന് തോന്നിയ പോലെ നടക്കാൻ കഴിയൂലല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, താടിയും മുടിയൊക്കെ വളർത്തി. അവനെ കണ്ടാൽ ആരെങ്കിലും ഡോക്ടറാണെന്ന് പറയോ? മുടി വെട്ടാൻ പറഞ്ഞാൽ പോലും കേൾക്കൂല. അവനാണോ വിവാഹത്തിന് സമ്മതിക്കാൻ പോകുന്നേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സമ്മതിക്കാൻ നിനക്ക് കഴിയണം. അവന്റെ സ്വഭാവം എല്ലാം വ്യക്തമായി അറിയുന്ന ഒരു പെണ്ണ് തന്നെ ആയിരിക്കണം വരേണ്ടത്. ഇനിയും എത്രയും വേഗം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഒരു പരിധി കഴിയുമ്പോൾ സമനില പോലും തെറ്റുന്ന അവസ്ഥയിലെത്തും. ഇല്ല ആലീസ്, എൻ്റെ മോൻ, ഞാൻ നിന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല സൂസൻ. അവന്റെ എല്ലാ ക്യാരക്ടേഴ്സും മനസ്സിലായി അവന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു പെണ്ണിനെ എത്രയും വേഗം കണ്ടെത്തണം. ഞാൻ എന്തായാലും ഇക്കാര്യം ഇച്ചായനോട് പറയാം, പറ്റിയ പെണ്ണിനെ നോക്കാനും. രാജാസ് ഗ്രൂപ്പിന്റെ എബ്രഹാമിന്റെ മകനെ കെട്ടാൻ ഈ നാട്ടിലെ ഏതൊരു പെണ്ണും കൊതിക്കും. നമ്മുടെ ചെക്കന് എന്താടി ഒരു കുറവ്? ചെക്കൻ സുന്ദരനല്ലേ, വിദ്യാഭ്യാസവും സമ്പത്തും ഒക്കെയുണ്ട്. അല്പം ദേഷ്യക്കൂടുതലുണ്ട്, അത് ചെറുപ്പം മുതൽ അങ്ങനെയാണല്ലോ. നീ പറഞ്ഞത് ശരിയാ. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്നാ ശരി, ഞാൻ ഇറങ്ങാ. നീ പൊക്കോ, എനിക്ക് റൗണ്ട്സ് ഉണ്ട്. സർ, ഇവരാണ് ലിയയുടെ അമ്മ. ഓക്കേ, യു കാൻ സിറ്റ് പ്ലീസ്. താങ്ക് യു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, ലിസൺ. നിങ്ങളുടെ മകൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? 2 തവണ വാണിംഗ് തന്നിട്ടും ഇവൾക്ക് ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ ദിവസം കൂടെ പഠിക്കുന്ന കുട്ടിയുടെ മുഖത്ത് വെള്ളം ഒഴിച്ചു. എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ പറയുക അവൻ വെള്ളം ചോദിച്ചത് കൊണ്ടാണെന്ന്. ക്ലാസ്സിൽ കിടന്നിറങ്ങുക. ഇപ്പതാ സ്വന്തം ക്ലാസ്സിൽ തല്ലുണ്ടാക്കുന്ന പോരാ, സീനിയേഴ്സിന്റെ ക്ലാസ്സിൽ ചെന്ന് അവളുടെ മൂക്ക് നോക്കിയൊരിടി. എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് പറയണ്ടേ? 2 തവണ വാണിംഗ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് വയ്യ. ആ കുട്ടി ഇപ്പോ ഹോസ്പിറ്റലിലാ. അവർ കേസിനും മറ്റു പോയാ ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ, അത് മാത്രമാണോ ഇവളുടെ ഭാവി? ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. മക്കളെ അടിച്ചു വളർത്തണം. നല്ല അടിയുടെ കുറവുണ്ടാവക്ക്. എന്റെ മകളെ എങ്ങനെ വളർത്തണമെന്ന് മേഡം എന്നെ പഠിപ്പിക്കണ്ട. സിസ്റ്റർ, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് സർ. പക്ഷെ എന്റെ മകൾ വെറുതെ ഒരാളെ കൈവെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോ ഞാൻ അവളുടെ അമ്മയായതുകൊണ്ടാകാം. ഇവൾ അടിച്ചു എന്ന് പറഞ്ഞ കുട്ടിയോട് സാർ കാര്യങ്ങൾ ചോദിച്ചിരുന്നോ? ഇതുവരെ അവർ പരാതി തന്നിട്ടില്ല. അപ്പോ ന്യായം എന്റെ മോളുടെ ഭാഗത്താണെങ്കിലോ? എന്തുകൊണ്ട് ആ കുട്ടിയോട് ഒന്നും ചോദിച്ചില്ല? അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരോട് തിരക്കിയോ? പോട്ടെ, എന്റെ മോളോട് ശാന്തമായി സംസാരിച്ചിരുന്നെങ്കിൽ അവൾ അത് പറയുമായിരുന്നു. നിങ്ങളത് ചെയ്തോ? സോ നിങ്ങൾ തീരുമാനിച്ചു എന്റെ മോളായിരിക്കും തെറ്റ് ചെയ്തതെന്ന്. ഒരു കുറ്റവാളിയെ പോലെ ക്ലാസ്സിൽ പോലും വിടാതെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന എന്ത് ന്യായമാണ്? അവളുടെ പോയ ക്ലാസ് നിങ്ങൾ വീണ്ടും എടുത്തു കൊടുക്കൂ? ഇല്ലല്ലോ. എക്സാമിന് ഈ പോർഷൻ അവൾക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സമാധാനം പറയോ? റിലാക്സ്. ശരിയാണ്, ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഈ കുട്ടിയോടാണ് ചോദിച്ചത്. ലിയ, മോളെന്തിനാ അവരെ ഇടിച്ചത്? ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. അവനെന്റെ കയ്യിൽ കയറി പിടിച്ചു. അവനോട് 1, 2, 3 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ കൈവിടാന്. അവന് വിട്ടില്ല. അപ്പോ അവന്റെ മൂക്കിനിട്ടൊരു ഇടി ഇടിച്ചു. അപ്പൊ കേട്ടല്ലോ. ഇനിയിപ്പോ എന്താ പറയാനല്ലേ? എന്തായാലും അവള് ചെയ്ത് തെറ്റല്ലേ? എന്ത് തെറ്റാണാവോ മേഡം കണ്ടത്? ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ അവളെ കയറി പിടിച്ചു. അവനിതല്ല, ഇതിനപ്പുറം കൊടുക്കണം. ഞാൻ ഒരു പരാതി അങ്ങോട്ടാണ് തരേണ്ടത്. ഒരു കാരണം കൂടാതെ എന്റെ മോളെ ഹരാസ് ചെയ്തെന്ന് പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കരുത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയാം. ഇവളെ എനിക്ക് കൊണ്ടുപോകാമല്ലേ? ഷുവർ. എന്തൊരു അഹങ്കാരിയാണ് ഫാദർ അവർ. വെറുതെ അല്ല മകളും ഇങ്ങനെ ആയത്. നമ്മളെ ഭാഗത്തും തെറ്റുണ്ട്. ലിയയോട് എല്ലാം നമ്മൾ ചോദിച്ചറിയണമായിരുന്നു. പിന്നെ അത് അവരുടെ അഹങ്കാരമല്ല, കോൺഫിഡൻസ് ആണ്. സിസ്റ്റർക്ക് അവരെ നേരെ അറിയാത്തത് കൊണ്ടാ. ക്ലാസ്സിൽ പോയി ബാഗ് എടുത്തു വാ, ഞാൻ കാർ എടുത്തു വരാം. ശരി മമ്മി. ക്ലാസ്സിലെ റൗഡി വന്നല്ലോ. ലിയ, നീ അതൊന്നും കാര്യാക്കണ്ട. അല്ല, എന്താ പ്രിൻസിപ്പൽ പറഞ്ഞേ? പേടിക്കാനൊന്നുമില്ല, മമ്മി എല്ലാം സോൾവ് ചെയ്തു. രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു നിന്നെ സസ്പെൻഡ് ചെയ്തെന്ന്. എന്റെ അമ്മയുള്ളപ്പോ കുറെ ഡയലോഗ് പറഞ്ഞു അവരെ വാ അടപ്പിച്ചു അമ്മ. ഞാൻ എന്റെ ബാഗ് എടുക്കാൻ വന്നതാ. ഞാൻ പോട്ടെ, അല്ലെങ്കിൽ വക്കീൽ ഇങ്ങോട്ട് വരും. അയ്യോ, റൗഡി പോവാണോ? പോയി നിന്റെ വീട്ടിൽ ചോദിച്ചു നോക്കടാ. ഞാൻ ആരാന്നാ അവന്റെ വിചാരം. ഓക്കെ, സീ ടുമാറോ. ഓക്കെ, ബൈ.